ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു ടോക്സ് ഓൺ വോക്സ് ബൈ രേവതി. അപ്പോൾ ഇന്നത്തെ ടോക്സ് ഓൺ വോക്സ് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ലിമിറ്റഡ് എഡിഷൻ എന്ന് പ്രിൻ്റുള്ള ഒരു റെഡ് ടീഷർട്ടും ബ്ലാക്ക് ബാഗി പാൻറ്റും ഒരു ജാക്കറ്റും ബാഗും ഒക്കെ ഇട്ട് ഞാൻ റെഡിയായി വില്ലയിൽ നിന്നും ഇറങ്ങി കാറിലെ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ് ഗൈസ്. എയർപോർട്ടിലെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എൻ്റെ യാത്ര. നോർമലി ദുബായ് അല്ലെങ്കിൽ ഷാർജയിൽ നിന്ന് തന്നെ ആയിരിക്കും ഞാൻ പോകുന്നതും, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴും ഞാൻ വരുന്നത് ദുബായ് അല്ലെങ്കിൽ ഷാർജയിൽ തന്നെ ആയിരിക്കും. ഇപ്രാവശ്യം വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ മറ്റൊരു എയർപോർട്ടിനെ ലക്ഷ്യമിട്ടു. കാരണം വേറൊന്നുമല്ല, ഇവിടുത്തെ വാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ ടൈമിൽ ടിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫ്ലൈറ്റ്സ് അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. ടിക്കറ്റ് റേറ്റും ഭയങ്കര കൂടുതലായിരുന്നു. എന്നിരുന്നാലും വല്ലച്ചാതി ഒപ്പിച്ചു പറക്കിയാണ് ടിക്കറ്റ് എടുത്തതും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതും. അപ്പം പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നല്ല ശകുനമാണോ അപശകുനമാണോ എന്നറിയത്തില്ല, ഫുള്ള് ഇതായിരുന്നു അവസ്ഥ. മഴയും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു. ഈ വർഷം നല്ല ഒരു തുടക്കമായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു വർഷമായിരുന്നു ഇത്. പക്ഷേ എല്ലാ വർഷത്തെ പോലെ തന്നെ നല്ല മൂഞ്ചലുള്ള ഒരു വർഷം. തുടക്കം തൊട്ടേ പ്രശ്നങ്ങളാണ്. ഗതി പിടിക്കണം, രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ ഒരുപാട് നല്ല തീരുമാനങ്ങളോടുകൂടെയൊക്കെ അല്ലെങ്കിൽ തുടങ്ങിയ ഒരു വർഷമായിരുന്നു ഇത്. പക്ഷേ ആ തുടക്കം അതുപോലെ തന്നെ അധപതനത്തിലേക്കൊരു പോക്കായിരുന്നു. പിന്നെ ഇനിയിപ്പം വരാനുള്ളത് വഴിയെ തങ്ങത്തില്ല എന്ന് പറഞ്ഞതുപോലെ വരുന്നത് വഴി വെച്ച് കാണാം. 2026 പോയാൽ 2027 വരെ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും നന്നാവും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയെ അത് തന്നെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ റോഡ് സൈഡിലെ കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മെട്രോ, പഴയ മെട്രോയോ എന്തോ ആണ് കേട്ടോ ഇത്. അത് നല്ല അടിപൊളി ഒരു ഇതായിരുന്നു. രണ്ട് സൈഡിലെ റോഡ് നടുക്ക് കൂടെ ഇങ്ങനെ മെട്രോ പോകുന്ന ഒരു സെറ്റപ്പൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഈ കടയിൽ കയറിയാണ് ഞങ്ങളൊരു കോഫിയും കോഫി മാത്രമേ കുടിച്ചോളൂ, വേറൊന്നും കഴിച്ചില്ല. കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മളിത് അബുദാബി ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ സൂചനയാണ് ഈ റോഡിലൊക്കെ പച്ച വര. ഇതാണ് അബുദാബി എയർപോർട്ട്. നല്ല ലക്ഷറി എയർപോർട്ടല്ല, കാണാൻ തന്നെ എന്താ ലുക്കാണ്. നോക്കിക്കേ, എന്ത് രസമാണ് ഇരുട്ടത്ത് എയർപോർട്ടൊക്കെ കാണാൻ. അങ്ങനെ എയർപോർട്ടിനകത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെയും മറ്റേ വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളമായിട്ടൊക്കെ കിടക്കുവാന്ന്. അങ്ങനെ ട്രോളി ബാഗും കാര്യങ്ങളൊക്കെ നിരത്തി പരക്കി എടുത്ത് വെച്ചുകൊണ്ടൊക്കെ പോയി. അകത്തോട്ടൊന്നും ആരും അലോഡല്ലായിരുന്നു, കാരണം വാറിൻ്റെ ഇഷ്യൂ ഉള്ളതൊക്കെ കൊണ്ട് തന്നെ. പിന്നെ ഞാൻ തന്നെ ഒരു ഉന്തുവണ്ടിയൊക്കെ എടുത്ത് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിരക്കി അതിലെ കൂടെ കന്നാ പിന്നാ തിന്നാ തെറ്റാ മറ്റാ കറങ്ങി നടന്ന് അവസാനം ഓരോ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ഫ്ലൈറ്റിനകത്തൊക്കെ കയറിയപ്പോൾ അവർ പാപ്പം തന്നു, തിന്നാൻ കുടിക്കാൻ വെള്ളം തന്നു. ഇതെന്തുമായിരുന്നു സാധനം എന്ന് എനിക്കറിയത്തില്ല. ആട് പോലും തിന്നത്തില്ല, നജ്ജാതി കയ്പുള്ളൊരു ഇലയൊക്കെ ആയിരുന്നു അതിനകത്ത്. പിന്നെ ആസ് യൂഷ്വൽ ജനലിൻ്റെ അരികത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരുവനന്തപുരത്തെത്തി. നേരെ വെട്ടുകാട് ചർച്ചിൽ പോയി ഒരു മെഴുതിരിയൊക്കെ കത്തിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ കഴക്കൂട്ടത്തേക്ക് പോയി. ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ ഒക്കെ. അങ്ങനെ അങ്ങോട്ടത്തേക്ക് പോയി. ഇതായിരുന്നു എൻ്റെ നാട്ടിലെ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റ ബൈ ബൈ.